സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പടികടന്നെത്തുന്ന പദനിസ്വനം. ഇന്ന് നല്ല ശാന്തതയുള്ള ദിവസമല്ലടാ. അതെ, ഇത്ര മനോഹരമായ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ച് കുളിച്ച് ആഹാരം കഴിച്ച് പാട്ടും കേട്ടിരിക്കുന്നു. ഉഫ്, നിനക്ക് വല്ല പണിക്കും പോകാൻ പാടില്ലേ? അല്ല, സാറിന് എന്താ ഇവിടെ പണി? എടാ, ഞാൻ പഠിച്ചൊരു ഡോക്ടറായി ഇവിടെ ഒരു ക്ലിനിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ നീ? പിന്നെ ഞാൻ കണ്ടായിരുന്നു. കടവന്ത്ര ജംഗ്ഷൻ വരെയാണല്ലോ പേഷ്യൻസ് ക്യൂ നിൽക്കണം മരുന്ന് താന്നും പറഞ്ഞോണ്ട്. എടാ, നിനക്ക് ഒരു പേഷ്യന്റെങ്കിലും ഉണ്ടോ? എടാ, എനിക്കുള്ളത് സ്ഥിരം പേഷ്യൻസാ. അവര് എന്തെങ്കിലും അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ മരുന്നും മേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവരാരും സെറ്റാ തീർന്ന്. ആ, പിന്നെ സ്ഥിരമായിട്ട് അവരിങ്ങോട്ട് വരത്തുമില്ല. എടാ, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുതെന്ന്. ഞാൻ അതിലും കൂടുതൽ പ്രാവശ്യം പറഞ്ഞോണ്ട് എനിക്ക് ജോലിയില്ലായ്മയെ കുറിച്ച് പറയല്ലെന്ന് എന്നോട്. മൂടുകളല്ലേ. എടാ, നീ എട്ടി പിടിച്ച എല്ലാം ഉണ്ട്. രാവിലെ തന്നെ വെറും കൈയോടെ കയറി വന്നല്ലോ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കേട്ടല്ലോടാ. ഒന്നും പറയാൻ നിൽക്കണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെ പറ്റുന്നിരിക്കണത്. സ്വന്തം വീട് പോലെ കരുതിയാ മതി. വാ ഇരിക്കി. അമ്മേ, 4 ചായ. അമ്മാ, എന്താണ് കയറി വന്നപ്പോ തന്നെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളെ ചോദിക്കണേ? പഴയ സ്വഭാവം ഒന്നും വിട്ടിട്ടില്ലല്ലേ? ഇതൊന്നും ഈ വീട്ടിൽ പതിവുള്ളതല്ല മോനെ. ഇതിങ്ങനെ ഒന്നിരിക്കണതാ. അതല്ല പെണ്ണുങ്ങളെ കയറ്റുന്ന കാര്യം. പെണ്ണുങ്ങളുടെ എൻ്റെ അമ്മാവ് അത് ഇവന്റെ ഫ്രണ്ടാണ് ഋഷഭ. ഒരു കൂട്ടുകാരന്റെ വീട്ടില് ഒരു കൂട്ടുകാരി വന്നതിനിപ്പോ കുഴപ്പം? ആരായാലും ആ വിവരങ്ങളെല്ലാം കുന്നുകുളത്തെ വീട്ടുകാരറിഞ്ഞു. എൻ്റെ കല്യാണം മുടങ്ങി. എന്തൊരു കഷ്ടം. എടാ, നിന്റെ അടുത്ത് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണിക്കണ്ട പെണ്ണുങ്ങളൊന്നും വിളിച്ച് വീട്ടിൽ കയറ്റരുതെന്ന്. രാവിലത്തെ നല്ല മൂഡ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ കട്ട നെഗറ്റീവ് വരാൻ പോവാ. നീയൊന്നും കാരണം എന്റെ കല്യാണം നടക്കൂല. ഞാൻ കേട്ടാ ഉദ്ദേശിക്കണില്ല. കാര്യം കഴിഞ്ഞില്ലേ? അടിപൊളി. ആ, സൂപ്പർ. നല്ല സ്ഥലം. വന്നിട്ട് കുറെ നേരമായി. എല്ലാ വിശേഷം ഇവിടെ അല്ലേ? മക്കളെ ഒരു പെൺകുട്ടിയെ കൊണ്ടൊന്നും ഇവിടെ താമസിച്ച കാര്യം അളിയൻ അറിഞ്ഞില്ലേ? ആ, അത് തന്നെ. ഇപ്പൊ കൂട്ടുകാരെ കൊണ്ട് കേട്ടിട്ട് എന്തായി? മകന്റെ കല്യാണം മുടങ്ങിയോ? സമാധാനമായല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആ കയറി വന്ന കൊച്ചിവന്റെ ഫ്രണ്ടാണ്. അവളിവിടെ വന്ന് നിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവള് തിരിച്ചു പോവുകയും ചെയ്ത്. അതിന്റെ പേരിൽ കല്യാണം മുടങ്ങിയെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ കല്യാണം കഴിക്കണില്ല. ഞാനേ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോണ്. വേറെ വീടെടുത്ത് താമസിക്കാൻ പോണ്. എനിക്ക് എഴുതി തരാനുള്ള എഴുതി തന്നേക്ക്. സ്വത്ത്. രവി, ഒരു കല്യാണം മുടങ്ങി വിചാരിച്ചിട്ട് നീ സങ്കടപ്പെടണ്ട. അതിലെത്രയോ നല്ല കുട്ടികൾ അകത്തുണ്ട്. ജയിലല്ല, നമ്മള് കുടുംബത്തിൽ തന്നെ കാണാൻ ഭംഗിയുള്ള. മനസ്സിലായില്ല. അല്ല, കുടുംബത്തിലേ കുറച്ച് പുറപ്പെണ്ണന്മാരുണ്ടല്ലോ. ആരെങ്കിലും ഒരാളെ കിട്ടിയ പോലെ. ഓ, രഘുമാമന്റെ മോള്. അത് ശരിയാവില്ല. എനിക്ക് വല്ല താല്പര്യമില്ല. രഘുമാമന്റെ മോള് വേണ്ട. വേറെ ഉണ്ടല്ലോ കുട്ടികള്. അതാരാണ്? അളിയന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി. തൃപ്പൂണിത്തുറയുള്ള അപ്പുക്കുട്ടന്റെ മകൾ, അതായത് അളിയന്റെ മകൾ. നടക്കൂല അളിയ. ഇതിനാണ് അളിയനോട് വന്നെങ്കിലേ വിട്ടോ, സ്ഥലം കാര്യം വിട്ടോ. പോയിക്കോ, മതി. നേരം കളയണ്ട. ഇത് അടുത്ത ബസ് പിടിക്കാം. രവി, ഈ തണ്ടകാരനെ നീ നിന്നു പോകും പെണ്ണ് കിട്ടാതെ ഓർത്തോ. ഓ, സമ്മതിച്ചു. ആ, ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിന്? ചുളുവിലെ സ്വത്തൊക്കെ അടിച്ചെടുക്കാനുള്ള പരിപാടിയാ. ഇത് പോയില്ലേ? ഞാൻ എൻ്റെ പെങ്ങളെ കണ്ടിട്ട് പൊക്കോളാം. ഓ, ആ, കുറച്ചധികമായി. ഓ, നമ്മുടെ രവിയുടെ കുന്നംകുളത്ത് നിന്ന് കല്യാണം ഉണ്ടല്ലോ, അതും മുടങ്ങി. ആ, ഇവിടെ ഏതൊരു പെൺകുട്ടി ഇവിടെ വന്ന് താമസിച്ചെന്നൊക്കെ പറഞ്ഞിട്ടേ. അയ്യോ, അതൊരു കഥയില്ലാത്ത കൊച്ചു ഇവിടെ വന്ന് കാടിത്തുള്ളി അങ്ങ് പോയി. അതൊരു പാവം കൊച്ചായിരുന്നു. അതിനിപ്പോ എന്താ? എന്തോ എനിക്കറിയാലോ, എൻ്റെ മോള് മേഘ, അവളിപ്പോൾ പഠിത്തവും കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. എന്നാ പിന്നെ നമ്മുടെ അരവിക്ക് അതുകൊണ്ട് ആലോചിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അതൊരു നല്ല കാര്യമാണ് അല്ലേ? അതപ്പോൾ അത് പറഞ്ഞപ്പോൾ അളിയൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അളിയനങ്ങനെ വഴക്കായി ബഹളായി.
ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. പിന്നെ നിന്നോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ശേ, അത് കഷ്ടമായി പോയല്ലോ. ചേട്ടൻ വിഷമിക്കണ്ട. ഇപ്പൊ ചേട്ടൻ അവിടെ കല്യാണക്കാരിയൊക്കെ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അത് അവര് സമ്മതിച്ചുമില്ല. ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ എൻ്റെ കൂടെ അങ്ങോട്ട് വരിക, ഞാനിതൊന്നും കൂടെ പറയും. അപ്പൊ അവർ സമ്മതിക്കുകയല്ല. ചേട്ടൻ ചുമ്മാ അങ്ങ് മരിച്ചു വീഴും. മരിച്ചു വീഴാനോ? അതല്ല ചേട്ടാ, ചേട്ടൻ ഈ അറ്റാക്ക് വന്ന പോലെയൊക്കെ ഒന്നേ അഭിനയിച്ച് ചേട്ടനൊന്ന് വീണ് കയറുക, അതേ പിടിച്ച് ഞാൻ അങ്ങോട്ട് കയറും. നടക്കുമോ ഇത്? ചേട്ടൻ നടത്തിയിരിക്കും ചേട്ടാ. ഇതേ അമ്മിണിക്ക് ആദ്യത്തെ കളിയൊന്നുമല്ല. ചേട്ടൻ എൻ്റെ കൂടെ വാ, ചെറുക്കനെ ഒന്ന് കെട്ടിക്കാന്ന് വെച്ചാൽ ഇത് അങ്ങേർക്ക് എന്നാത്തിന്റെ സൂക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ, അങ്ങനെ നീ മാത്രം ഈ കുടുംബത്തിൽ ചിരിക്കണ്ട. ത്രോ ബോയ്. ഓ ഡാഡ്, കം ഓൺ. അച്ഛാ, ആ എൻ്റെ അഭിപ്രായത്തിൽ മേഘ വലിയ കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. മോനെ അരവിന്ദ, നീ ആ പൂതി അങ്ങ് മനസ്സൊന്ന് മാറ്റി വെച്ചേക്ക്. നിനക്ക് അയാളെ കുറിച്ച് അറിയാൻ പാടില്ലാണ്ടാണ്. ശകുനിയാണ് ശകുനി. ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പാരവച്ച അയാളാ. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തില്ല. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ തന്നെ അവരുടെ മനുഷ്യ കാണിച്ചേ. എന്താ ദൈവം പോലെയുള്ള എൻ്റെ ചേട്ടൻ നല്ലൊരു ആലോചനയായിട്ട് വന്നപ്പോൾ നിങ്ങൾ ഇതിനെ വേണ്ടെന്ന് പറഞ്ഞത്? എടാ അരവിന്ദ, നീ ഇത് പറഞ്ഞോട് കേട്ടോണ്ട് നിൽക്കരുത്. ഇങ്ങനെ എന്ന് പോയി നിനക്ക് പെണ്ണ് കിട്ടാതെ വരും കേട്ടോ. എടാ, മഹാലക്ഷ്മി വീട്ടിൽ കയറി വന്ന ആരെങ്കിലും തള്ളി പറയൂടാ? മഹാലക്ഷ്മി? അതാരമ്മ മഹാലക്ഷ്മി? പുതിയ ആലോചന? എടാ പൊട്ട, ഇങ്ങേർക്ക് ആഗ്രഹം, എനിക്ക് ആഗ്രഹം ഉണ്ടാ നീ ഒരു പെണ്ണിന്റെ കൈയും പിടിച്ച് കുടുംബത്തൊന്ന് കയറി വരണമെന്ന്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഇവിടെ വരാൻ നിൽക്കരുത്. ഇയാളുടെ ഉദ്ദേശം വേറെയാ. ഇയാളുടെ മോളെ കൊണ്ട് എന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടേ എന്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട്, നീ മിണ്ടാടാ, എന്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ടേ എന്നെ പുകച്ച് ഇവിടുന്ന് പുറത്തേ അടിച്ചിട്ടേ എന്നെ തിട്ടപ്പാട് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വരവ്. അറിയോ? എന്റെ ചേട്ടനോ? എന്റെ ഈ പാവം ചേട്ടൻ. അയ്യോ, എടുക്കണം. മുറിയുണ്ട്, അവിടെ കാണാൻ പോയി കിടന്നാ പോലെ. എൻ്റെ മകളുടെ കല്യാണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്താ എന്തോ പറഞ്ഞേ? എന്തോ മറ്റേ കിലിഗിരി ഭാഷയാന്ന് തോന്നുന്നു. ദൈവം പോലെ വന്ന് കല്യാണാലോചനയായിട്ട് വന്ന് എന്റെ ചേട്ടൻ ഹൃദയം പൊട്ടി തകർത്ത് അറ്റാക്കി വന്ന് അങ്ങനെ കിടക്കുന്ന ആൾക്ക് CPR ഒന്നും കൊടുക്കാൻ പാടില്ല. ഇവരെവിടെ പോയടാ? എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ പേരിലാക്കിയായിരുന്നോ? വീട്ടില് കുടുംബത്തെ വിളിച്ചു വെച്ച പെട്ടെന്ന് അവന്റെ കയ്യല്ലടാ, ചീഞ്ഞ കൈ മാറ്റി. ഓ, അതെന്ത് വിഷയമുണ്ട്. ആണോ? അത് ഒന്ന് പിടിച്ചോട്ടോ. ശരിയാവൂ? പിടിച്ചോ. വാവിളി വാവിളി വാവിളി. ആ, ബോധം കിടക്കാണല്ലേ. ഒന്ന് വിളിച്ചാ വാവിളി. ആ അടച്ചോ, ചവച്ചോ, ചവച്ചേ. എടാ, അത് 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. എല്ലാവരും കുറച്ച് ഫ്രഷ് എയർ കൊടുത്ത്. 10 മിനിറ്റ് ഞാൻ മടി കിടത്തണം. 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അയ്യോ, എന്റെ ചേട്ടൻ ഒരു കല്യാണാലോചനയായിട്ട് വന്നപ്പോ എടാ അരവിന്ദ, നിനക്കത് സംഭവിച്ചൂടാ? അയ്യോ എന്റെ ചേട്ടാ, ഈ പെണ്ണ് കിട്ടാത്ത ചെറുക്കന്മാരുടെ കൂടെ ഇട്ടേച്ച് പോവാണ് എന്റെ ദൈവം പോലത്തെ ചേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ. അങ്ങനെ കൊന്നേച്ച് വേണ്ടതിനെ പറയുന്നു. അമ്മ ഒന്നും പറ്റിയിട്ടില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റോളൂ. പോയിട്ടുള്ളൂ. ദേഹം ഇവിടെ തന്നെ ഉണ്ട്. നല്ല കനമാ. അയ്യോ, ഇത് 10 മിനിറ്റ് കൊണ്ടൊന്നും മാറത്തില്ല. അയ്യോ എന്റെ ചേട്ടൻ പോയേ. ഈ കെട്ടാത്തവന്മാരെ കൂടെ എന്നെ നിർത്തിയേച്ച് പോകല്ലേ ചേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ. അയ്യോ ചേട്ടാ, അമ്മ ഒന്നും കരയാണ്ടിരുന്നേ. നിനക്കൊക്കെ കേൾക്കാൻ മേലായിരുന്നു അരവിന്ദ ആ ചേട്ടൻ പറഞ്ഞത്. അയ്യോ എടാ എടാ, നീ അമ്മ പറയുന്നത് കേക്കാവോ? അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എടാ, നീ അമ്മ ചേട്ടന്റെ മോളെ കേട്ടാവോ? എടാ പറയടാ ചേട്ടാ. കിടപ്പ് കണ്ടില്ലടാ. എടാ അരവിന്ദ, ഞാൻ കേട്ടുല്ലോ സത്യം? കേട്ടാ. അമ്മയുടെ തലയപ്പോൾ സത്യം ചെയ്യ്. അമ്മയാണ് സത്യം. ഞാൻ കെട്ടിക്കോളാം. കരയാണ്ടിരിക്കേ. 10 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റോളൂ. നീ കെട്ടുവോ? സത്യം? ഞാൻ വാക്ക് മാറില്ല. കെട്ടാൻ പോരെ. ശാന്തി കിട്ടി. ചേട്ടാ 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 എണീക്ക് ചേട്ടാ. അവര് സമ്മതിച്ചു ചേട്ടാ. എടാ, അങ്ങനെയെങ്കിൽ അവന്റെ കല്യാണം നടക്കട്ടെ എന്ന് കരുതി ഞാനും ചേട്ടനും കളിച്ച കളിയാടാ ഇത്. ഞാൻ പറഞ്ഞില്ലടാ നിന്റെ അടുത്ത്. മനുഷ്യ അച്ഛൻ സമ്മതിച്ചു ചേട്ടാ. എണീക്കാൻ ചേട്ടാ
ഇല്ലേ? സമ്മതിച്ചവൻ അവിടെ അരവിന്ദ് സമ്മതിച്ചെന്ന്. എടാ അമ്മാവനെ ആശുപത്രി കൊണ്ടോടാ, എന്തിനാ നീ മരുന്ന് കൊടുത്തില്ലേ? പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോടാ. എന്താ കാര്യം എന്താ? എടാ ഹാർട്ട് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടാനുള്ള മരുന്നാണത്. കൊടുത്താ? ഇത് പറ്റിക്കണാണെന്ന് എനിക്കറിയായിരുന്നാ. കൊന്നേ! അരവിന്ദൻ അമ്മാവനെ കൊന്നേ! പിള്ളേരിക്ക പോടാ, നീ ചത്തു. അല്ല, അമ്മാവൻ കൊന്നു. നീ കൊന്നേ! ഞാൻ